സുഹൃത്തുക്കളെ, പ്രജാവിദ്യാഭ്യാസത്തിൽ നിന്ന് പൗരവിദ്യാഭ്യാസത്തിലേക്ക് മാറാതെ നമ്മുടെ ഇന്ത്യക്ക് ഒരു രക്ഷയും ഭാവിയിൽ ഉണ്ടാവില്ല എന്നും, മറിച്ച് പൗരവിദ്യാഭ്യാസത്തിൽ എത്തിയാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പുരോഗതിയിലും വികാസത്തിലും നിൽക്കുന്ന രാജ്യം ഇന്ത്യ ആവുമെന്നും സൂചിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ഇതിൻ്റെ മുമ്പിട്ടത്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് വിപുലമായ പര്യാലോചനകളിലൂടെ സാധ്യമായ എല്ലാ ഗ്രൂപ്പുകളിലും, പാർലമെൻറ്റ് മുതൽ പിടിച്ച് നാട്ടിലെ സാധാരണ അയൽക്കൂട്ടങ്ങളും ചായപ്പീടിയയിലും വരെ നടത്തേണ്ട ഒരു വിപുലമായ സംവാദം, അതുവഴി ഉരുത്തിരിയുന്ന ലക്ഷ്യങ്ങൾ. ആ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ ഗുണങ്ങളാണ്, സ്വഭാവ ഗുണങ്ങളാണ് നമ്മുടെ അഭിലഷണീയമായ ഒരു പൗരന് ആവശ്യമായത്, സ്വായത്തമാക്കേണ്ടത്, പരിപോഷിപ്പിക്കേണ്ടത് എന്നത് നിശ്ചയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരിപാടി നമ്മളെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഒരു ബോഡിയും, ഉത്തരവാദപ്പെട്ടതോ ഉത്തരവാദപ്പെടാത്തതോ ആയ ഒരു ബോഡിയും അങ്ങനെ ചർച്ച ചെയ്യുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തതായതിന് തെളിവുകളില്ല. അതായത് നമ്മളെ ഇന്ത്യൻ പാർലമെൻറ്റോ അല്ലെങ്കിൽ പാർലമെൻറ്റ് നിശ്ചയിച്ച മറ്റെന്തെങ്കിലും ബോഡിയോ കമ്മീഷനോ പ്രജാവിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെ നടന്ന പ്രജാവിദ്യാഭ്യാസത്തിൽ നിന്ന് പൗരവിദ്യാഭ്യാസത്തിലേക്ക് മാറുമ്പോൾ, അതായത് നമ്മളെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലും ഉള്ള പൗരൻ, ഒരു ഡെമോക്രാറ്റിക് സിറ്റിസൺ, ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ ആര് എങ്ങനെ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന സിറ്റിസന് ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെ വേണം എന്ന് ഇതുവരെ ഒരു സമിതിയോ ഒരു പാർലമെൻറ്റോ അല്ലെങ്കിൽ എന്തിന് വിദ്യാഭ്യാസ മന്ത്രിമാരോ പോലും തീരുമാനിച്ചിട്ടില്ല. ഒരു വ്യക്തി പോലും തീരുമാനിച്ചിട്ടില്ല. അത് ആദ്യം തീരുമാനിക്കുക എന്ന പ്രക്രിയയാണ് വിപുലമായ തോതിലുള്ള ഒരു ഡിബേറ്റിലൂടെ. ആ ഡിബേറ്റിനുള്ള ഗുണം എന്താണ്? അതോടുകൂടി തന്നെ നമ്മളെ വിദ്യാഭ്യാസം എന്തിനാണ്, എങ്ങനെയാണ് എന്ന ഒരു താല്പര്യം താഴേക്കിടയിലുള്ള അവസാനത്തെ പൗരനും ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ അതിൻ്റെ ലക്ഷ്യം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്യാനുള്ള സാധ്യത അവിടെ ഉടലെടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസത്തിനുള്ള ലക്ഷ്യം എന്താണ്, എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ഒരു പൗരൻ അവൻ്റെ കുറഞ്ഞ ജീവിതകാലത്ത് 10, 40, 50, 60 ഇനി 100 കൊല്ലങ്ങൾക്കുള്ളിൽ അവൻ്റെ ജീവിതകാലത്ത് സമൂഹത്തിന് ഉപകാരപ്രദമായ, സമൂഹത്തെ മുന്നോട്ട് നയിക്കാനും കൂടുതൽ വികസിപ്പിക്കാനും പുരോഗതിക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു പൗരനാവാൻ അവൻ എന്തൊക്കെ കൊടുക്കണം എന്ന അതിഗൗരവമായ അതിപ്രധാനമായ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ വെള്ളക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പൗരന്
ഏറ്റവും ആദ്യം അവരുടെ പ്രജയ്ക്ക് ഏറ്റവും ആവശ്യം വേണ്ടിയിരുന്ന കാര്യം അയാളുടെ അയാളുടെ വ്യക്തിത്വം തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അയാളുടെ സ്വതന്ത്രബോധവും അയാളുടെ സമൂഹത്തോടുള്ള സ്നേഹവും അയാളുടെ സംസ്കാരത്തിനോടുള്ള ആദരവും ഒക്കെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു വെള്ളക്കാരൻ്റെ താല്പര്യവും ആവശ്യവും. അതിലവർ വിജയിച്ചു എന്നത് ശരിയാണ്. കാരണം അത്രത്തോളം കഴിവുള്ള ഒരു സാധനമാണ്, അത്രത്തോളം ഈ സാമൂഹ്യ സാംസ്കാരിക സൃഷ്ടിയിൽ കഴിവുള്ള സാധനമാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന്. അതായത് മുതിർന്ന ഒരു മനുഷ്യനാവുന്നതിൻ്റെ മുമ്പ് കിട്ടുന്ന പരിശീലനമാണ് അയാളെ ചിന്തിപ്പിക്കുന്നതും അയാളെ ബാക്കിയുള്ള കാലങ്ങളിൽ അയാളുടെ ജീവിതത്തെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അതിപ്രാധാന്യം മനസ്സിലാക്കി നമ്മളെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏറ്റവും മുന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയലായ വിഭവമായ മനുഷ്യമസ്തിഷ്കം എന്നത് ഏറ്റവും കൂടുതലുള്ള നമ്മളെ രാജ്യത്ത് അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് തന്നെ വളരെ സങ്കടകരമാണ്, ദുഃഖകരമാണ്. ഏറ്റവും ആദ്യം വേണ്ടത് അതാണ്. അത് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് ഊന്നി പറഞ്ഞതെന്ന് അർത്ഥം. അതായത് എന്തൊക്കെ ഗുണങ്ങളാണ്, സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ്, സ്വഭാവ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്നത് ആദ്യം ലിസ്റ്റ് ചെയ്യുക. അതിലെന്തായാലും അസൂയ, കുനുട്ട്, വിദ്വേഷം, പക, തൻപോരിമ, സ്വന്തം സമുദായത്തോടുള്ള സ്വന്തം സമൂഹ നിരാസം, സ്വന്തം സംസ്കാര നിരാസം, വെള്ളക്കാരൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരൻ്റെ പാശ്ചാത്യരുടെ സംസ്കാരത്തോടുള്ള ആരാധന, സ്നേഹം, അതിലേക്ക് ചേരാനുള്ള ത്വര, ഇതൊന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കളവ് പറയാൻ പഠിപ്പിക്കുക എന്നത് ഒരിക്കലും എത്രയും വൃത്തികെട്ട ഗ്രൂപ്പായിക്കോട്ടെ അങ്ങനത്തെ നമ്മളെ മക്കളൊക്കെ കളവ് പറയാൻ പഠിപ്പിക്കണം എന്നൊരിക്കലും ചിന്തിക്കില്ല. അതേപോലെ തന്നെ നമ്മളെ മക്കളൊക്കെ നമ്മളെ വെറുക്കാൻ പഠിപ്പിക്കണം എന്ന് ചിന്തിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവശ്യം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ശരിക്കും അതിൽ എന്തൊക്കെയാണ് കൂടുതൽ നല്ലതും കൂടുതൽ ആവശ്യവും കൂടുതൽ പ്രധാനപ്പെട്ടതും എന്നതടക്കം ഒന്ന് ചർച്ച ചെയ്യാനും തീരുമാനിക്കാനുള്ള അവസരമാണ് ഏറ്റവും ആദ്യം കിട്ടേണ്ടത്. അത് പാർലമെൻറ്റ് മെമ്പർമാർക്ക് അടക്കം സാധാരണ നമ്മളെ കുടുംബത്തിലെ അടിസ്ഥാന പ്രൊഡ്യൂസർമാരായ അമ്മമാരടക്കമുള്ളവർ വരെ അതിൽ പങ്കാളികളാവുന്നത് നല്ലതാണ്. മാത്രമല്ല, അത് അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ യാതൊരു സംശയം വിചാരിക്കേണ്ട, ഒരിക്കലും ഒരു കോളനി യജമാനൻ തീരുമാനിച്ച ലക്ഷ്യങ്ങളല്ല, അവർക്ക് ആവശ്യമുള്ള ലക്ഷ്യങ്ങളല്ല നമുക്ക് ആവശ്യം ആയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളത് തീരുമാനിച്ചു കഴിഞ്ഞു. ലോകത്ത് ഇന്ന് നമ്മൾ കണക്കാക്കുന്ന മഹത്തായ എല്ലാ ഗുണങ്ങളുള്ള ഒരു പൗരന് ആവശ്യമായ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെ എന്ന് ലിസ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ അത് എന്തൊക്കെ വേണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ചർച്ചയെങ്കിലും എല്ലാ മനസ്സുകളിലും നടക്കണം. ബന്ധപ്പെട്ട പരമാവധി എല്ലാവരിലും നടക്കണം. അത് പിന്നീടുണ്ടാവുന്ന നമ്മളുടെ കുതിപ്പിന് ഉപകാരപ്രദമാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
നമ്മളെ ഇന്ത്യ വളരെ മോശമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെവലപ്ഡ് ആയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഏറ്റവും ഉന്നതമായ മേന്മയേറിയ തലച്ചോറ് എന്ന സാധനം ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ സാധനം നമ്മളെ കയ്യിലുള്ളിടത്തോളം കാലം നമുക്ക് യാതൊരു സംശയവും വിചാരിക്കേണ്ട. നമ്മൾ ശരിയായ റെയിലിൽ കയറിയാൽ നമ്മൾ ഈ ഒരു ചൈന ഒന്നും നമ്മുടെ അടുത്തെത്തില്ല. അങ്ങനെ ഒരു മാത്രമല്ല അവരുടെയൊക്കെ സഹായം, സഹകരണം, സൗഹൃദം ഒക്കെ നമുക്കിടുക. കോമ്പറ്റീഷൻ്റെ കാലം തന്നെ ഇല്ലാതായി. ഇനി കോപ്പറേഷനാണ് കാലം. അന്യോന്യം ഷെയർ ചെയ്യാൻ, മ്യൂച്വൽ ഷെയറിങ്ങും അന്യോന്യം പങ്കുവെക്കാനും ഉള്ള ഒരു കാലത്താവുമ്പോൾ ഇതൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ അതിനുശേഷം ഇത് തീരുമാനിച്ച് ലക്ഷ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് നടക്കുന്നതൊക്കെ വളരെ എളുപ്പമാണ്. അതായത് പിന്നെയൊക്കെ ചെയ്യാനുള്ളത് എക്സ്പേർട്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് സൈക്കോളജിസ്റ്റുകൾ, എഡ്യൂക്കേഷനിസ്റ്റുകൾ, സോഷ്യോളജിസ്റ്റുകൾ, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളും, അതേപോലെ സയൻറ്റിസ്റ്റുകൾ, ഇവരൊക്കെ പാടെ കൂട്ടിയിട്ട് ഇതിലെന്തൊക്കെ ഈ കാര്യം നടക്കാൻ, അതല്ലാതെ നടക്കാതിരിക്കാനല്ല കേട്ടോ, ഈ കാര്യം നടത്താൻ, ഇത് നടത്താൻ കുട്ടികൾക്ക് എന്തൊക്കെയാണ് പരിശീലനം കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൽ കുറേ വിദ്യാഭ്യാസം കൊടുക്കാം. അതിൽ കുറേ, ഇപ്പോൾ ഉദാഹരണമായി സയൻസും ടെക്നോളജിയും പിന്നെ സോഷ്യൽ സയൻസും മുതലെല്ലാം കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ അതാണ് സിലബസ്. സിലബസ് എന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും വൃത്തികെട്ട സിലബസ് എടുത്തോ, പക്ഷേ അത് നല്ല രീതിയിൽ അത് ശാസ്ത്രീയമായി കുട്ടികൾക്ക് കൊടുത്താൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മെയിൻ കാഫ് തന്നെ പഠിപ്പിക്കാം. മെയിൻ കാഫ് പോലും, അതായത് ഹിറ്റ്ലർ എഴുതിയ ഈ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ അക്രമത്തിന് പിന്നെ പ്രചോദനമായി വന്ന ഹിറ്റ്ലറുടെ മെയിൻ കാഫ് പോലും പഠിപ്പിക്കാവുന്നതാണ്. എങ്ങനെയാണ് അതിൻ്റെ ശാസ്ത്രീയമായി സ്വന്തം കുട്ടികൾ തീരുമാനമെടുക്കാനും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് നീങ്ങുകയാണെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണമെന്ന് കുട്ടികൾ അതിൽ തന്നെ പഠിക്കും. അപ്പോൾ അതിൽ ഈ സിലബസ് എന്ന് പറയുന്നതിൽ നിങ്ങൾ അത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ, മറ്റേതെടുത്തല്ലോ, ഇത് ഒരു പ്രശ്നമല്ല. ഏത് വേണമെങ്കിലും ആവാം. അതല്ല പ്രശ്നം, എങ്ങനെയാണെന്നുള്ളതാണ് പ്രശ്നം. ഇത് ഉരുത്തിരിയുന്ന ആ കുട്ടികൾക്ക് അതിനുള്ള സൗകര്യം, അതിനുള്ള അവകാശം, അതിന് കണ്ടെത്താനുള്ള കഴിവുകൾ, ഇതൊക്കെ പരമാവധി കൊടുക്കുക വേണ്ട. അപ്പോൾ സയൻസ് ആയിക്കോട്ടെ, കണക്കായിക്കോട്ടെ, അതൊക്കെ തന്നെ കുട്ടികൾക്ക് അത് സ്വീകരിക്കാനുള്ള കഴിവ്, അത് ചർച്ച ചെയ്യാനുള്ള കഴിവ്, സ്വയം കണ്ടെത്താനുള്ള കഴിവ്, ഇങ്ങനെ അതിന് വേണ്ട രീതിയിലുള്ള വിപുലമായ സൗകര്യങ്ങൾ എത്ര കണ്ട് ഒരുക്കാൻ പറ്റുന്നോ അത്ര കണ്ട് കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. ശരിയായ തീരുമാനങ്ങൾക്ക് അവർക്ക് എത്താൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഇനി ഭാവി കാലത്ത് അവർക്ക് വരുന്ന ഈ സമാനമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. ആത്മവിശ്വാസത്തോടെ നേരിടാനും കഴിയും. ഇതാണ് സത്യം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പദ്ധതിയുടെ നിയമങ്ങൾ, പിന്നെ റൂൾസ്, റിച്വൽസ്, ടാക്റ്റിക്സ്, ഇതൊക്കെ തന്നെ തീരുമാനിക്കാൻ നമ്മൾ എക്സ്പേർട്ടുകളെ വിട്ടാൽ മതി. ആ എക്സ്പേർട്ടുകൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, സോഷ്യോളജിസ്റ്റുകൾ, സയൻറ്റിസ്റ്റുകൾ, ഇവരുടെ ഒരു ഗ്രൂപ്പിന് ഇത് എങ്ങനെ വേണം, ഇത് പരമാവധി നിലനിർത്താൻ, ഇത് പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണം,
അതിനുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെ രീതിയിലാണ്. അത് നെഗറ്റീവുള്ളത് കൊടുത്തോളൂ. കാരണം അതുപോലും ചരിത്രത്തിൽ നമ്മളെ അപജയങ്ങൾക്കും ചരിത്രത്തിൽ നമ്മളെ പരാജയങ്ങൾക്കും എങ്ങനെ കാരണമായി എന്ന് നമ്മൾ പഠിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സിലബസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ വഴക്കൂടേണ്ട കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് പ്രജാവിദ്യാഭ്യാസത്തിൽ അതിൻ്റെ പേരിൽ വഴക്കൂടണം കേട്ടോ. കാരണം പിന്നെ ഇപ്പോഴുള്ള സിലബസൊക്കെ ശാസ്ത്രീയത കുത്തി നിറച്ച് അത് കാണാതെ പഠിപ്പിച്ചിട്ട് അതിൻ്റെ അടിമകളാവുകയാണ് ചെയ്യുക. നേരെ മറിച്ച് ശാസ്ത്രീയമായ ഈ ഒരു പ്രജാവിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഗണപതിയുടെ പിന്നെ പ്ലാസ്റ്റിക് സർജറി ഒക്കെ പഠിപ്പിച്ചോളൂ, ഒരു പ്രയാസമില്ല. കുട്ടികൾ അതിൽ നിന്ന് ഉൾക്കൊണ്ട് അതിൽ നിന്ന് കൂടുതൽ അതിൽ എത്ര കണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട്, അതിൽ എത്ര കണ്ട് ശാസ്ത്രീയത ഉണ്ട്, അതിൽ എത്ര കണ്ട് സർഗാത്മകതയുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അവരതിനെ ഒരു ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ അവർക്ക് കഴിയും. അവർ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുക, അത് പഠിക്കുക, അതിന് കാണാതെ അതിന് പരീക്ഷ എഴുതുക, അതിൻ്റെ ഉത്തരം ശരിയല്ലെങ്കിൽ അവനെ ഒഴിവാക്കുക, അവന് വിവേചനം നടത്തുക എന്നുള്ളതൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയല്ലാതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്ത് പഠിപ്പിച്ചാലും വിരോധമല്ല. പക്ഷേ കഴിയുന്നത്ര ആധുനിക കാലഘട്ടത്തിനനുസരിച്ച രീതിയിൽ, ആധുനിക ഉപകരണങ്ങൾക്കനുസരിച്ച രീതിയിൽ, ഇപ്പോൾ ലോകത്തെ എല്ലാ സാധനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് AI പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെയുള്ള ലോകത്തേക്കാണ് നമ്മൾ വരുന്നത്. കാണാതെ പഠിക്കേണ്ട കാലം എന്നോ കഴിഞ്ഞു പോയി. അതേപോലെ പിന്നെ കണക്കൂട്ടാനും മറ്റുള്ളതൊക്കെ, പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കുട്ടികൾക്ക് സ്വന്തം എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടുള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തെ കാണാതെ പഠിച്ച് ഛർദ്ദിക്കുക എന്ന പണിയൊക്കെ കമ്പ്യൂട്ടറിനെ ഏറ്റെടുത്തോളും. അപ്പോൾ അതല്ല, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലത്തെ സിലബസ് എങ്ങനെ വേണം, നിയമങ്ങൾ എങ്ങനെ, അതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാവും. മാത്രമല്ല അതിലൊന്ന് നോക്കേണ്ടത് എന്താ വെച്ചാൽ അതൊക്കെ നടക്കുന്നത് ലോക്കലൈസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം, പ്രാദേശികമായിട്ടായിരിക്കണം അതിൻ്റെ തീരുമാനങ്ങളും നടപ്പിലാക്കുന്നത്. അതൊരിക്കലും കേന്ദ്രീകൃതമാവരുത്. വികേന്ദ്രീകൃതമായി ഒരു കുഞ്ഞ് എത്ര കണ്ട് പ്രാദേശികമാണോ, കുഞ്ഞ് എത്ര കണ്ട് ലോക്കലാണോ, അത്ര കണ്ട് ലോക്കലായിരിക്കണം ആ വിദ്യാഭ്യാസ രീതി. ആ കുഞ്ഞിൻ്റെ പഠനം, കുഞ്ഞിൻ്റെ സ്കോളാസ്റ്റിക് ആയിട്ടുള്ള കഴിവുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്ക് മാത്രമേ അതിൽ സ്വാധീനിക്കാൻ കഴിയുള്ളൂ. മുകളിൽ നിന്നുള്ള സ്വാധീനമൊക്കെ വളരെ കുറവായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധ്യാപകൻ, ആ രക്ഷിതാക്കൾ, ലോക്കൽ സമൂഹം അല്ലെങ്കിൽ പ്രാദേശിക സമൂഹം, അതിൽ ഒതുങ്ങണം വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും നടത്തും. അതായത് സിലബസ് എന്ന് പറയുന്നത് ശരിക്കും വേണം. അതെങ്ങനെ ഓരോ വിദ്യാർത്ഥിക്കും വ്യത്യസ്തമായ പ്രത്യേകമായ അവന് അവൻ്റെ കഴിവുകൾക്കനുസരിച്ചുള്ള സിലബസും ടെക്സ്റ്റ് ബുക്കും ഉണ്ടാവണം. ഓരോ കുഞ്ഞിനും സ്വന്തമായ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ടാവണം. അതിന് പറ്റിയ രീതിയിൽ ആയിരിക്കണം കാര്യങ്ങളുടെ സംവിധാനങ്ങളും നടത്തിപ്പും. ആ കുഞ്ഞിന് ആവശ്യമായ ടെക്സ്റ്റ് ബുക്ക് എന്താണ്, അത് തയ്യാറാക്കാൻ അധ്യാപകനും മാതാപിതാക്കളും രക്ഷിതാക്കളും അടക്കം ഉള്ളവരുടെ ഒരു ഗ്രൂപ്പാണ് തയ്യാറാണ്. മാത്രമല്ല ഓരോ കുഞ്ഞും അവൻ്റെ വികാസത്തിൻ്റെ പടവുകളിൽ എങ്ങനെയൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കി എന്നുള്ളത് അവൻ്റെ ചരിത്രത്തിൻ്റെ, അവൻ്റെ ആ പടവിൻ്റെ ഭാഗമായിട്ട് തന്നെ, വ്യക്തിത്വ വികാസത്തിൻ്റെ പടവിൻ്റെ ഭാഗമായിട്ട്
ഉരുത്തിരിഞ്ഞ് വരണം. അത് ഏറ്റവും മനോഹരമാവണം. ആ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ അധ്യാപകർ തമ്മിലുള്ള, അല്ലെങ്കിൽ രക്ഷിതാക്കൾ തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടായാൽ പോലും കുഴപ്പമില്ല. ആ മത്സരം എപ്പോഴും, കോമ്പറ്റീഷൻ എപ്പോഴും എല്ലാവിധ വൈസസിൻ്റെയും വിളനിലമാണെന്ന് അർത്ഥം. ആ ബ്രീഡിങ് പ്ലേസാണ്. അസൂയ, കുനുട്ട്, വിദ്വേഷം, പക, കളവ് പറയൽ, അവരനെ നിന്ദിക്കൽ, അവരനെ തോൽപ്പിക്കൽ, ഇങ്ങനെയുള്ള എല്ലാ വൈകൃതങ്ങളുടെയും, എല്ലാ വൈസസിൻ്റെയും, എല്ലാ പൈശാചികതയുടെയും വിളനിലമാണ്, അല്ലെങ്കിൽ ബ്രീഡിങ് പ്ലേസാണ് യഥാർത്ഥത്തിൽ ഈ മത്സരങ്ങൾ നടത്തുന്നത്. മത്സരങ്ങളല്ല നമുക്ക് ആവശ്യം. ഓരോ കുഞ്ഞും അവനവനോട് തന്നെ മത്സരിക്കാം. അവനെ ഇൻറ്റേർണലായിട്ടുള്ള ഒരു മത്സര ബുദ്ധി, അതായത് ഇന്ന കാര്യം ഞാൻ പഠിക്കണം, ഇന്ന കാര്യം ഞാൻ ആ സംഭവത്തെ എനിക്ക് തോൽപ്പിക്കണം, ഇന്ന ചെസ്സ് കളിക്കുകയാണെങ്കിൽ തന്നെ ഇന്ന കളിയിൽ ഇന്ന രീതിയിലാണെങ്കിൽ എനിക്ക് ജയിക്കാം. ഇങ്ങനെയുള്ള മത്സരങ്ങൾ കൂടുതൽ നല്ലത്. അതേപോലെ ഒരു ഗണിതത്തിലെ ഒരു പ്രശ്നം, കണക്കിലൊരു പ്രശ്നം, അത് ഞാൻ നേടണം, അതെനിക്ക് കിട്ടണം എന്ന രീതിയിലുള്ള മത്സരബുദ്ധി ഉള്ളിലുണ്ടാവുക, ആന്തരികമായ ഒരു മത്സരബുദ്ധി. അത് പരിപോഷിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. അല്ലാതെ മറ്റൊരാളെ തോൽപ്പിച്ചിട്ട് ഞാൻ വലിയ ആളാവുക എന്നുള്ളതാവരുത് ക്ലാസ്സുകളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ സ്വാഭാവികമായും ഈ എക്സ്പേർട്സിനൊക്കെ തന്നെ ബ്രോഡറായിട്ടുള്ള റെക്കമെൻഡേഷൻസും ലിമിറ്റ്സും ജനറൽ റൂൾസും കൊടുക്കുകയേ വേണ്ടുള്ളൂ. അത് പിന്നെ പ്രാദേശിക ലോക്കലൈസ് ചെയ്യുമ്പോഴേക്ക് അത് ഏറ്റവും കൂടുതൽ അവിടെ എങ്ങനെ നടപ്പിലാക്കണം എന്നത് പ്രാദേശികമായി പഞ്ചായത്ത് ലെവലിൽ തീരുമാനിക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേലേക്കടയിൽ നിന്നുള്ള കാര്യങ്ങൾ താഴേക്കടയിൽ വന്ന്, താഴേക്കടയിൽ നിന്ന് എന്നതൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് വിശദമായ ഒരു റിപ്പോർട്ട് മേലേക്ക് കൊടുക്കാം. അതുവഴി തന്നെ ഓരോ പഞ്ചായത്തുകളും ആ പഞ്ചായത്തുകളുടെ മുന്നേറ്റങ്ങളും താരതമ്യം ചെയ്യാനും അതിൽ ഏറ്റവും നല്ല രീതി ഏതാണെന്ന് മനസ്സിലാക്കാനും മുകളിലുള്ളവർക്കും അത് പരമാവധി പരിപോഷിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വികസിപ്പിക്കാനും വേണ്ട സൗകര്യങ്ങളും സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്യം തീരുമാനിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിലെ എക്സ്പേർട്സ്, ഇന്നത്തെ ഈ പൊട്ടന്മാരായ ഒരു ഉപകാരമില്ലാത്ത യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരെ ഏൽപ്പിച്ചാൽ പോലും നടക്കും. അത് അവർ ചെയ്തോളും. അത് ഈ നമ്മളെ ലക്ഷ്യത്തിന് ഉതകാത്ത, അതായത് പ്രജയുടെ സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനം അതിലുണ്ടാവാൻ പാടില്ല എന്നും, പൗരൻ്റെ സ്വഭാവ ഗുണങ്ങളിലുള്ള അത് പരിപോഷിപ്പിക്കുന്ന ഗുണങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്നും ഒരു നിർദ്ദേശം കൊടുത്താൽ പിന്നെ യാതൊരു സംശയമില്ല, അങ്ങനെ നടക്കുള്ളൂ. അപ്പോൾ അത് വിദ്യാർത്ഥികളിൽ നടക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇതിലൊക്കെ തന്നെ ഉള്ള നിലവിലിരിക്കുന്ന ഒരു അടിമത്തത്തിൻ്റെ വിതരണമുണ്ട്, അസ്വാതന്ത്ര്യത്തിൻ്റെ വിതരണമുണ്ട്. അത് പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് അധ്യാപകന് യാതൊരു സ്വാതന്ത്ര്യമല്ല. നിങ്ങൾ വെറുതെ പറയാണ് അധ്യാപകന് ഭയങ്കര സ്വാതന്ത്ര്യമാണ് പഠിപ്പിക്കുക. അല്ല, അസ്വാതന്ത്ര്യത്തിൻ്റെ വിതരണമാണ് അയാൾ ചെയ്യണം. ഇപ്പോൾ തന്നെ നോക്കിക്കോളൂ. അത് ഈ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നടന്ന എല്ലാ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളും കൂടുതൽ അധ്യാപകനെ അടിമയാക്കാനും കൂടുതൽ ഉദാഹരണമായിട്ട് ക്ലാസ്സിൽ പോവുക, പിന്നെ കുറച്ചെങ്കിലും ഒഴിവ് നേരം ഉണ്ടെങ്കിൽ ആ നേരത്ത് ആ റിപ്പോർട്ട് കൊടുക്കുക, ഈ ട്രെയിനിങ് നടത്തുക,
അങ്ങനെ ഈ അധ്യാപകനെ പരമാവധി വെറുതെ ഇരിക്കാൻ സമ്മതിക്കാതിരിക്കുക. കുറച്ച് നേരമെങ്കിലും പിന്നെ ബാഹ്യ സമ്മർദ്ദങ്ങളില്ലാതെ ഇരിക്കുമ്പോഴാണ് മനസ്സ് ശരിക്കും ക്രിയേറ്റീവ് ആവുക. ഈ ക്രിയേറ്റീവ് ആവാതെ ഇരിക്കുക എന്നുള്ള ഗുണം യഥാർത്ഥത്തിൽ ആർക്കാ വേണ്ടത്? ഒരു പ്രൊജക്റ്റാണ് വേണ്ടത്. അപ്പോൾ യാതൊരു സമയത്തും ഒഴിവില്ലാത്ത രീതിയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് കൂടുതലാക്കുക എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യാനന്തര വിദ്യാഭ്യാസ രീതിയിൽ നമ്മുടെ അനുഭവങ്ങൾ നടത്തും. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, സ്കൂളിലെ ഏതെങ്കിലും ഒരു 10 കൊല്ലം 20 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു അധ്യാപകനുള്ള വിശ്രമവും അല്ലെങ്കിൽ പിന്നെ ആയാസവും ഇന്ന് അധ്യാപകനുണ്ടോ? കാരണം ഇന്ന് അധ്യാപകൻ ഭയങ്കര തിരക്കിലാണ്, ഒരു ഒഴിവുമില്ല, ഒഴിവേ ഇല്ല എന്നർത്ഥം. ആ പരീക്ഷ, ഈ പരീക്ഷ, ഈ ട്രെയിനിങ്, ആ ട്രെയിനിങ്, ആ റിപ്പോർട്ട്, ഈ റിപ്പോർട്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് ഈ അധ്യാപകനെ ഏതു നേരവും സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള എന്തിനാണ് നല്ലത്? അവരുടെ കുഞ്ഞുങ്ങളും അവരും ഒരു പ്രജയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അധ്യാപനത്തിൽ നിങ്ങൾ അങ്ങനെ കാണരുത്. അധ്യാപനം എന്നത് മോസ്റ്റ് പ്രൊഡക്റ്റീവ്. എവിടെയാണ് ഈ പ്രൊഡക്ഷൻ നടക്കേണ്ടത്? തലച്ചോറിലാണ്. അതല്ലാതെ മാനസികമായ ഒരു പ്രപഞ്ചത്തിലാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ്റെ ജോലി. ആ മാനസിക വിഭവങ്ങളുടെ പരിപോഷണമാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ ചെയ്യേണ്ടത്. അതല്ലാതെ കൈക്കോട്ട് ഇളക്കലോ അല്ലെങ്കിൽ ഒരു ഫാക്ടറി തൊഴിലാളിയുടെ പണിയല്ല. അധ്യാപകൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ, ഏറ്റവും ഉന്നതമായ ഒരു തൊഴിലാണ്. അതെന്താണ്? അയാളുടെയും അതേപോലെ അയാളുടെ കുഞ്ഞിൻ്റെയും മാനസികമായ ശക്തി, മാനസികമായ കഴിവുകൾ പരമാവധി വികസിപ്പിക്കുക എന്നുള്ള ആ പണിയാണ്. അതിന് ആ അധ്യാപകന് പരമാവധി വിശ്രമമാണ് കൊടുക്കുന്നത്. ഈ വിശ്രമവേളകളിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ എല്ലാ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെയും ശാസ്ത്രീയമായ വികാസത്തിൻ്റെയും തുടക്കം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നർത്ഥം. അനേകം ജോലിഭാരമുള്ള, അനേകം പ്രശ്നങ്ങൾ, ഉത്തരവാദിത്തങ്ങളുള്ള ഒരു സമയത്ത് ഒരിക്കലും ഒരാളും ഒരു സാധനവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോക ചരിത്രം, ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ ചരിത്രം മുഴുവൻ എടുത്ത് നിങ്ങൾ നോക്കിക്കോളൂ. അതൊക്കെ തന്നെ ആർക്കിമിഡീസ് കണ്ടെത്തിയത് കുളിത്തൊട്ടിൽ കിടക്കുമ്പോഴാണ് അല്ലേ? അതേപോലെ ഭൂഗുരുത്വാകർഷണം ഉണ്ടായത് എപ്പോഴാണ്? വെറുതെ തോട്ടത്തിൽ ഉല്ലാസിക്കുമ്പോഴാണ്. ഇത് ഇങ്ങനെ ഏതൊരു ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ഏതൊരാളുടെ എടുത്തു അപ്പോഴൊക്കെ തന്നെ മനസ്സിന് യാതൊരു സമ്മർദ്ദങ്ങളുമില്ലാതെ, ബാഹ്യ സമ്മർദ്ദങ്ങൾ തീരെ ഇല്ലാത്ത നിമിഷങ്ങളിലാണ് പലപ്പോഴും ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയമായ, ഏറ്റവും നിർമ്മാണാത്മകമായ, ക്രിയേറ്റീവായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിലൊക്കെ ഉണ്ടായത് അപ്പോഴാണ് നടത്തുന്നത്. അപ്പോൾ അതിന് ഏറ്റവും മൗലികമായ, ഏറ്റവും അത്യാവശ്യമായ ഒരു കാരണം സാധ്യത വിശ്രമം എന്നുള്ള, ലീഷർ, ഒരു ബാധ്യതയും ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതും കൂടിയാണെന്ന്. അത് മാത്രമാണെന്ന് ഞാനല്ല പറഞ്ഞു വന്ന്. ഇത് രണ്ടിൻ്റെയും ഒരു സമന്വയം, ലീഷറിൻ്റെയും അതേപോലെ ഡ്യൂട്ടിയുടെയും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ അതുമായിട്ടുള്ള മാനസിക ബന്ധത്തിൻ്റെയും ഒക്കെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ മാനസിക വികാസത്തിന് അടിപ്പടവാകുന്നത്. അപ്പം അത് ഉണ്ടാക്കാൻ ഒരിക്കലും
ഇന്നത്തെ കോളനി വിദ്യാഭ്യാസം കൊണ്ടോ അത് എത്ര കണ്ട് നിങ്ങൾ പരിപോഷിപ്പിച്ചാലും നടക്കില്ല. ഇങ്ങനെ നിങ്ങൾ പരിപോഷിപ്പിച്ച് എല്ലാം ഇംഗ്ലീഷ് മീഡിയം ആക്കിയിട്ട് നിങ്ങൾ ഈ ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് മുഴുവനായിട്ട് വിദ്യാഭ്യാസം കൊടുത്താലും ലോകത്തിൽ നമ്മൾ ഒന്നും ആവില്ല എന്നുള്ളത് ഓർക്കുന്നത് നല്ലത്. നേരെ മറിച്ച് ഓരോ കുഞ്ഞും അവൻ്റെതായ ഭാഷയിൽ, ആ അടിത്തറയിൽ, അവൻ്റെ ഭാഷയിലൂടെ അവന് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനത, ഏറ്റവും കൂടുതൽ പുരോഗതിക്കുന്ന ജനത, പുരോഗതി ഉൾക്കൊള്ളുന്ന ജനത, പുരോഗതി സ്വന്തം നടപ്പിലാക്കുന്ന ജനത, ലോകത്തിനെ മുഴുവൻ നയിക്കുന്ന ജനത നമ്മളാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസത്തിലാണ്, ഇനി വരുന്ന തലമുറകളിലാണ്. നമ്മളെ കാര്യമൊക്കെ പോക്കാണ്. നമ്മൾക്ക് ഇനി ഒരു പരിധിയിലപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ ശേഷികളൊക്കെ അവസാനിച്ചിരിക്കുന്നു. നമ്മളെ ശേഷികൾ ഇനി നന്നാക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. നേരെ മറിച്ച് ജനിച്ച ഒരു കുട്ടി 2000 ദിവസത്തിനുള്ളിൽ, ആദ്യത്തെ 1000 ദിവസങ്ങൾ കൊണ്ട് തന്നെ തലച്ചോറ് ഏകദേശം ഒരു 80% വികസിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ ബാക്കിയുള്ള 1000 ദിവസം കൊണ്ട് ബാക്കിയുള്ളതും കൂടി വികാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ വളർച്ച. ആ സമയത്തെ അഭിലഷണീയമായ സ്വഭാവങ്ങളുടെ പരിപോഷണവും പരിശീലനവുമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ കുറേ വലുതായിട്ട് അയാൾക്കുള്ള താല്പര്യം പൂർണ്ണമായിട്ടും നിശ്ചയിച്ചതിന് കഴിഞ്ഞതിന് ശേഷമുള്ള അത് പിന്നീട് നടത്താവുന്നതാണ്. അതൊക്കെ പിന്നീട് ഏത് ഭാഷയിലും, ലോകത്തെ ഏത് ഭാഷയിലാണോ ആ കാര്യമുള്ളത് അത് പഠിച്ച് അത് സ്വായത്തമാക്കി അങ്ങനെ ചെയ്യുന്നതിനും വിരോധമില്ല. പക്ഷെ ആദ്യത്തെ കാലത്ത് തുടക്കത്തിൽ അയാളുടെ മാതൃഭാഷയിൽ അയാൾക്ക് മുല ചുരത്തുന്ന, ആ മുലപ്പാൽ കൊടുക്കുന്ന അമ്മയുടെ ഭാഷയിൽ തന്നെ ആയിരിക്കണം ആ കുട്ടിയുടെ. അതല്ലെങ്കിൽ അത് നിഷേധിക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്ത്, ജനാധിപത്യമാണ്, സ്വതന്ത്രമാണ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അത് ചെയ്യുന്നത് മന്ദബുദ്ധികളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അംഗീകരിച്ച് അത് നടപ്പിലാക്കുന്നത് ആ മന്ദബുദ്ധികൾ മാത്രമാണ്. ഈ മന്ദബുദ്ധികളെ ഒഴിവാക്കുക എന്നുള്ളത് ആണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മളെ ഭരണകൂടത്തിൽ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ മന്ദബുദ്ധികളാണ് നമ്മൾ നയിച്ചിട്ടുള്ളത്. അവരെ ആദ്യം ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഇനി വരുന്ന കുട്ടികളെങ്കിലും മന്ദബുദ്ധികളാക്കാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്ന, മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ സ്വയമായിട്ട് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അത് ശരി മാത്രം എടുക്കുന്ന, ഒരു തെറ്റാണെങ്കിൽ അതെങ്ങനെയെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള, ബുദ്ധികൂർമ്മതയുള്ള മനുഷ്യരാക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് മാത്രമാണ് ഇന്ത്യക്ക് ഇനി ആവശ്യമുള്ള കാര്യം. ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഇവിടെ ഉണ്ട്. അതായത് റിസോഴ്സ് റിച്ച് ആണ് ഇന്ത്യ എന്നർത്ഥം. അബണ്ടൻ്റ് റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ ആകെ ഇല്ലാത്തത് നമുക്ക് ബുദ്ധിപരമായ നേതൃത്വം എന്നതാണ്. ആ ബുദ്ധിശൂന്യരായ മണ്ടന്മാരുടെ, തുടക്കക്കാർ, പിന്നെ അല്പബുദ്ധികളുടെയും അന്ധവിശ്വാസികളുടെയും കപടബുദ്ധികളുടെയും കുബുദ്ധികളുടെയും നേതൃത്വമാണ് ഇന്ത്യക്കുള്ളത്. അത് മാറാനുള്ള ഏകമാർഗം നമ്മളെ ഇനി വരുന്ന തലമുറകളെങ്കിലും അങ്ങനെ പരിശീലിപ്പിക്കുക. അവർക്ക് സാധ്യമായ എല്ലാ
മാനസിക ബുദ്ധിപരമായ വികാസത്തിന് പറ്റുന്ന പ്രയോഗങ്ങൾ, പരിപാടികൾ, പരിശീലനങ്ങൾ നൽകുക എന്നതാണ്. അതിന് ബുദ്ധിയുള്ള എല്ലാ അധ്യാപകർക്കും കഴിയും. ആ അധ്യാപകന് അതായിരിക്കണം അയാളുടെ ലക്ഷ്യം. അല്ലാതെ ആ റിപ്പോർട്ട് കൊടുക്കലും ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കലും അത് ചെയ്യലും ഒന്നുമല്ല. അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതൊന്നും ഇല്ലെങ്കിലും ഒരു വിരോധമില്ല. അതായത് എന്തൊക്കെ ചെയ്യാതെ ഈ കോളനി വിദ്യാഭ്യാസത്തിലുള്ള അല്ലെങ്കിൽ പ്രജാവിദ്യാഭ്യാസത്തിലുള്ള എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് ഒരു പ്രജയ്ക്ക് ആവശ്യമായ സ്വഭാവ ഗുണങ്ങൾ കുഞ്ഞിൽ പരിശീലിപ്പിക്കപ്പെടുക എന്നാണ് നമ്മൾ ആദ്യമായി നോക്കേണ്ടത്. അതായത് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ, നടപ്പ് വിദ്യാഭ്യാസ രീതിയിൽ കുറേ 1000 റിച്വൽസ് അതിലുണ്ട്. 1000 ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും റൂൾസും ചട്ടങ്ങളും ഒക്കെ അതിലുണ്ട്. അതിൽ എന്തൊക്കെ ഒഴിവാക്കിയാലാണ് കുട്ടി കൂടുതൽ പഠിക്കുക, കുട്ടി കൂടുതൽ മാനസികമായി നമ്മളെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടുക എന്നതാണ് യഥാർത്ഥത്തിൽ നാം പരിശോധിക്കേണ്ടതും പരിശീലിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും നിശ്ചയിക്കേണ്ടതും. അതല്ലാതെ പഴയത് അതേപടി തുടർന്നാൽ പഴയ പോലെ തന്നെയുള്ള സ്വാർത്ഥമതികളായ യജമാനഭക്തരായ, ഇന്നും യജമാനഭക്തരായിരിക്കുന്ന ഈ വെള്ളക്കാരൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഗുണങ്ങളും അവനോടുള്ള ബഹുമാനമുള്ള ഒരു ജനതയായി നമ്മൾ എന്നും നിൽക്കും. നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർ തരുന്ന എച്ചിലുകൾ ഭക്ഷിച്ച് നമുക്ക് ജീവിക്കേണ്ടി വരും. അതിൻ്റെ യാതൊരു ആവശ്യവും ഇന്ത്യക്കില്ല എന്നത് ഓർത്താൽ നല്ലത്. സുഹൃത്തുക്കളെ, ഇത് പരമാവധി അധ്യാപകർക്ക് ഷെയർ ചെയ്യണം. അധ്യാപകരെങ്കിലും ഇതൊന്ന് ചർച്ച ചെയ്യണം. അതായത് ഇത് നിലവിലിരിക്കുന്ന വിദ്യാഭ്യാസ രീതിയുടെ ഒരു മറുവാക്കാണ്. അതിൻ്റെ തകരാറുകൾ ആണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അത് അധ്യാപകരെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നർത്ഥം. അത് അധ്യാപകർ മാത്രമല്ല, ഈ നമ്മളെ ഇനി വരുന്ന തലമുറ ഈ ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമായ മനുഷ്യരാവണമെന്നും നമ്മളെ ഇന്ത്യക്ക് പഴയ അന്തസ്സും അഭിമാനവും സാംസ്കാരിക സാമ്പത്തിക നേതൃത്വവും തിരിച്ചെടുക്കണം എന്നും മോഹം ഉള്ളിലെങ്കിലും കുറച്ചെങ്കിലും ഉള്ള ആൾക്കാർക്ക്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കുറേ കാലമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ തനി പൊട്ടന്മാരാണ്. നമുക്കൊന്നും ഒരു കഴിവില്ല, വിവരമില്ല. നമ്മൾ ലോകത്ത് എന്നും പട്ടിണി പാവങ്ങളായിരുന്നു എന്ന ആ ബോധ്യമാണ്. നമുക്കൊന്നും ഒരു സംസ്കാരമില്ല, നമ്മുടെ സാഹിത്യകൃതികളോ നമ്മളെ വിദ്യാഭ്യാസ രീതിയോ ഒന്നും പൊട്ടയാണ് എന്ന് വിചാരിക്കുന്ന എന്നത് ഈ പ്രജാവിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അതല്ലാതെ വിചാരിക്കുന്ന, അതായത് നമുക്കും പണ്ട് ഈ ലോകത്തിന് അതിമഹത്തായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, ഇനിയും അതുണ്ടാക്കാൻ കഴിയും. ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ലോകത്തിന് പലതും ഷെയർ ചെയ്യാൻ, പങ്കുവെക്കാൻ നമുക്ക് കഴിയും, നമുക്ക് കണ്ടെത്താനും പങ്കുവെക്കാനും കഴിയും എന്ന് ചെറിയ ഒരു ബോധ്യം. നമ്മളെ തലച്ചോറും മറ്റുള്ള ലോകത്തുള്ള മറ്റുള്ളവൻ്റെ തലച്ചോറിനേക്കാൾ ഒരിക്കലും കുറവല്ലെന്നും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചാൽ മാത്രം മതി. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തലച്ചോറുള്ളത് നമുക്കാണ്. അപ്പോൾ അതിൻ്റെ സിനർജി, അതായത് കൂട്ടായിട്ടുണ്ടാവുന്ന കാരണം 1 1 2 എന്നുള്ളത് ശരിയാണ്, 3 3 6 എന്നുള്ളത് ശരിയാണെങ്കിലും, പക്ഷെ ഒന്നായിട്ട് കൂടുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ഒരു എക്സ്ട്രാ എനർജി ഉണ്ട്. അതാണ് സിനർജി എന്ന് പറയുന്നത്. ഈ സിനർജി നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതുണ്ടാവുന്നതോടുകൂടി ലോകത്തെ ഏറ്റവും മേലെ എത്താൻ, ശാസ്ത്ര സാങ്കേതിക മാനുഷിക സാമൂഹ്യ രംഗങ്ങളിൽ ഏറ്റവും മേലെ എത്താൻ നമുക്ക് കഴിയും. അതിനുള്ള ഒരു പേറ്റുനോവാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ നമ്മുടെ
ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ വേണ്ട രീതിയിൽ മുന്നോട്ട് നീങ്ങണം എന്നത് ആലോചിക്കാൻ തുടങ്ങിയെങ്കിലും വേണം എന്നാണ് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.